ഞാൻ ഏതെങ്കിലും പെറ്റ് ഷോയ്ക്ക് പോയതാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും അല്ലേ? അല്ല കേട്ടോ. കഴിഞ്ഞ ദിവസം നമ്മുടെ കൊച്ചിയിൽ നടന്ന ഒരു വെറൈറ്റി ബർത്ത്ഡേ പാർട്ടിയാണ് കേട്ടോ ഇപ്പം ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ആരാണെന്നറിയോ ഇതിലെ നായകൻ? ദാണ്ട് അങ്ങേയറ്റത്തിരിക്കുന്ന നമ്മുടെ ട്രോയാണ്. 12ാമത്തെ ബർത്ത്ഡേ ഇപ്പറേ സെലിബ്രേറ്റ് ചെയ്യാൻ കൂടെ വന്നിരിക്കുന്നത് ആരാ? ദാണ്ട് തൊട്ടപ്പുറേ വൈഫും മക്കളും. ഓരോ വീടുകളിൽ വളരുന്ന ഇവരെല്ലാവരും കൂടെ ചേർന്നിട്ട് ട്രോയുടെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ വന്നിരിക്കുന്നതാണ് കേട്ടോ. കൂട്ടിന് ആരാ ഉള്ളത്? ദാണ്ട് നല്ല അടിപൊളി ഒരു കേക്കും. ഇത് ഇതുങ്ങൾക്ക് വേണ്ടി മാത്രം കഴിക്കാൻ വേണ്ടി സ്പെഷ്യലായിട്ട് പറഞ്ഞുണ്ടാക്കിയ ഒരു കേക്കാണ് കേട്ടോ ഈ ഓണർ. പക്ഷേ എങ്കിൽ പോലും അത് സെലിബ്രേറ്റ് ചെയ്യാൻ ഇതുങ്ങൾ മാത്രമല്ലാതെ എന്തോരം ആൾക്കാർ അവിടെ വന്നിരിക്കുന്നത് നിങ്ങൾ കണ്ടോ? നമ്മുടെ കുട്ടികളുടെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത് പോലെ തന്നെ കേക്കിൽ മൊത്തം ഡെക്കറേറ്റ് ചെയ്തും അതേമാതിരി പൂത്തിരി പോലെ എന്തൊക്കെയോ കത്തിച്ച്. ഞാനോർത്ത് അവിടെയൊക്കെ തീ പിടിക്കുമായിരിക്കുമെന്ന്. എന്തായാലും ഒന്നും സംഭവിച്ചില്ല. എല്ലാവരും വളരെ ഹാപ്പി ആയിട്ട്. എന്തായാലും സംഭവം പൊടി പിടിച്ചു. പണ്ടൊന്നും കേട്ടുകേൾവി പോലും ഇല്ലാത്ത കാര്യമാണെങ്കിലും ഇപ്പോൾ ഇവരൊക്കെ നമ്മുടെ ഫാമിലിയിലെ ഒരു മെമ്പറിനെ കൂട്ടാണല്ലേ. ഇതിങ്ങളെ കണ്ടപ്പോഴാണ് കേട്ടോ എൻ്റെ വീട്ടിലുണ്ടായിരുന്ന ഒരു പട്ടിക്കുട്ടിയുടെ കഥ എനിക്ക് ഓർമ്മ വന്നത്. എൻ്റെ അനിയൻ എവിടുന്നോ കൊണ്ടുവന്ന് ഒത്തിരി പൊക്കം വെക്കാത്ത ഒരു സൈസ് പട്ടിക്കുട്ടി. നല്ല രസമായിരുന്നു. അവരിങ്ങനെ ഉരുണ്ടുരുണ്ട് വീട് നടക്കും. ആ സമയത്ത് ഞാൻ വീട്ടിലുണ്ടല്ലോ 9 മാസം പ്രഗ്നൻ്റ് ആയിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവാൻ വേണ്ടി വന്ന് നിൽക്കുന്ന സമയമാണ്. അതുവരെ ഉണ്ടല്ലോ എനിക്ക് വോമിറ്റിങ്ങിൻ്റെ പ്രോബ്ലം ഉണ്ടായിരുന്നതുകൊണ്ടിട്ട് മാങ്ങയൊന്നും ശരിക്കും കഴിക്കാൻ പറ്റിയിട്ടുണ്ടായില്ല. അപ്പം ഞാൻ പറഞ്ഞു, അമ്മ എനിക്ക് മാങ്ങ വേണമെന്ന്. അപ്പോഴാണ് ഞങ്ങളുടെ അയലക്കത്തൊരു വീട്ടിൽ മാവയെന്നൊരു മാങ്ങ പൊഴിഞ്ഞ് വീണത്. ആ സമയത്ത് അതിൻ്റെ ഒരു സൈഡ് ചതഞ്ഞു പോയി. അങ്ങനെ എൻ്റെ അച്ഛൻ കൊണ്ട് അമ്മയുടെ കൊടുത്ത് പറഞ്ഞു, ഒരു സൈഡെങ്കിലും അവൾക്ക് കൊടുക്ക് എന്ന് പറഞ്ഞിട്ട് അമ്മ അത് കഴുകി ചെത്തി ഒറ്റ പൂളൽ ആ മാങ്ങ തിരിച്ച് താഴെ പോയി. ആ സമയത്ത് എന്ത് പറ്റി? ഈ പട്ടിക്കുഞ്ഞുണ്ടല്ലോ അത് എടുത്തുകൊണ്ട് നേരെ ബെഡിൻ്റെ അടിയിൽ കയറിയിട്ട് അത് തിന്ന് തീർത്തിട്ടാ ഇറങ്ങി വന്നത്. പോരാത്തതിനൊരു നിഷ്കുഭാവവും. എന്നിട്ട് ഞാൻ കുറേ ചീത്ത വിളിച്ചു ഗേൾസ്. ഇതുങ്ങളെയൊക്കെ ഉണ്ടല്ലോ മക്കളെ കൂട്ടാണ് കേട്ടോ അവർ വളർത്തുന്നത്. എല്ലാവരുടെയും മുഖത്ത് സന്തോഷം നോക്കി. നമ്മുടെ ഫാമിലിയിൽ ഒരാളുടെ ബർത്ത്ഡേ നമ്മൾ എങ്ങനെ സെലിബ്രേറ്റ് ചെയ്യും അതേമാതിരി.